നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അഴുക്കുചാലിലേക്ക് മലിനജലം ഒഴുക്കിവിട്ടാൽ കർശന നടപടിയെന്ന് നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി. ടൗണിലെ അഴുക്കുചാൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നടത്തിയ സംയുക്ത പരിശോധനയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു ടി.പി. ഷാജി. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള അഴുക്കുചാൽ നിർമ്മാണവും വെള്ളക്കെട്ടും കടകളിൽ നിന്നുമുള്ള വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇല്ലാത്തതുമുൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നഗരസഭാ അധികൃതരും വിവിധ വകുപ്പ് മേധാവികളുടെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തിയത്. കടകളിൽ നിന്നുമുള്ള മഴവെള്ളം പോകാൻ സംവിധാനം ഇല്ലാത്തതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിശോധനയിൽ തീരുമാനിച്ചു. അതേസമയം കടകളിൽ നിന്നും മലിനജലം അഴുക്കുചാലിലേക്ക് തുറന്നുവിട്ടാൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി വ്യക്തമാക്കി. നിലവിൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുവാനും തീരുമാനിച്ചതായി നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വ്യാപാരി പ്രതിനിധികളും പരിശോധനയിൽ പങ്കെടുത്തു. നഗരസഭാ ഭരണസമിതി അംഗങ്ങളും നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം, നഗരസഭാ സെക്രട്ടറി, നഗരസഭയിലെ ആരോഗ്യ വിഭാഗം, അതോടൊപ്പം തന്നെ റോഡ് കോൺട്രാക്ടർമാർ, കിഫ്ബി, KRFB ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംയുക്ത പരിശോധനയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പല സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം ഈ ഡ്രെയിനേജ് വഴി പോകുന്നതായിട്ട് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർശനമായി അത് തടഞ്ഞ് അത് ഇല്ലാതാക്കിയത്. എന്നാൽ എല്ലാ ബിൽഡിങ്ങുകളിലും മഴവെള്ളം വളരെ വ്യാപകമായ രീതിയിൽ മഴവെള്ളം വന്ന് അത് പുറത്തേക്ക് ഒഴുക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് കച്ചവടക്കാരുടെയൊക്കെ അല്ലെങ്കിൽ ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ ഒരു ആവശ്യം. അപ്പോൾ ഈ പ്രദേശത്തെ ബിൽഡിംഗ് ഓണേഴ്സും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച ചെയ്ത് മഴവെള്ളം പോകാൻ ആവശ്യമായ ഒരു നടപടി സ്വീകരിക്കാമെന്ന് KRFB ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ഇതിൻ്റെ കരാറുകാരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിയുമെന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും മാലിന്യം ഡ്രെയിനേജ് വഴി ഒഴുക്കരുത് എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ലംഘിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായ നടപടി സ്വീകരിച്ച് നഗരസഭ മുന്നോട്ട് പോകും. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ കൊടുമുണ്ട റെയിൽവേ ഗേറ്റ് അടച്ചു. ട്രാക്കിലെ അറ്റകുറ്റപ്പണികൾക്കായി ഈ മാസം 14 വരെയാണ് ഗേറ്റ് അടച്ചിടുന്നത്. ഇത് ഈ പാതയിലൂടെയുള്ള യാത്രാക്ലേശത്തിനും ഇടവരുത്തും. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ കൊടുമുണ്ട റെയിൽവേ ഗേറ്റാണ് ട്രാക്കിലെ അറ്റകുറ്റപ്പണികൾക്കായി ഇന്നു മുതൽ അടച്ചിട്ടിരിക്കുന്നത്. ഈ മാസം 14 വരെയാണ് റെയിൽവേ ഗേറ്റ് അടച്ചിടുക. ഈ പാതയിലൂടെ പോകേണ്ട വാഹനങ്ങൾ കൊപ്പം മുതുതല റോഡ് വഴി പോകണമെന്നാണ് റെയിൽവേ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജൂൺ 18 മുതൽ 25 വരെ ഈ പാതയിലെ പാലത്തറ ഗേറ്റും അടച്ചിട്ടിരുന്നു. ട്രാക്കിലെ അറ്റകുറ്റപ്പണികൾക്കായി 18 അടച്ചിട്ട റെയിൽവേ ഗേറ്റ് 25 തുറന്നത്. ഇതിനുശേഷമാണ് ഇപ്പോൾ കൊടുമുണ്ട റെയിൽവേ ഗേറ്റും ട്രാക്കിലെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുന്നത്. ഒരാഴ്ചക്കാലം റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് ഈ വഴിയുള്ള യാത്രാക്ലേശത്തിന് ഇടവരുത്തും. നൂറുകണക്കിന് വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുന്നുണ്ട്. മേലെ പട്ടാമ്പിയിൽ ഗതാഗത നിയന്ത്രണമുണ്ടായാൽ കൊപ്പം പുലാമന്തൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളും കൊടുമുണ്ട ഗേറ്റ് വഴി മുതുതല വഴിയാണ് കടന്നു പോകാറ്. ഒരാഴ്ചക്കാലം വരെ റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതും യാത്രക്കാർക്ക് വലിയ യാത്രാക്ലേശമാണ് ഉണ്ടാക്കുക. വഴിപോക്കൻ തെരുവുനായ്ക്ക് നേരെ എറിഞ്ഞ കല്ലുകൊണ്ട് വ്യാപാര സ്ഥാപനത്തിന്റെ ചില്ല് തകർന്നു. കൂറ്റനാട് സെന്ററിൽ പടിഞ്ഞാറങ്ങാടി റോഡിലെ ഷെമി ട്രേഡേഴ്സ് എന്ന പെയിന്റ് കടയുടെ മുൻവശത്തെ ചില്ല് വാതിലാണ് കല്ലേറിൽ പൂർണ്ണമായും തകർന്നത്. തിങ്കളാഴ്ച രാവിലെ 6:45 സംഭവം. രാവിലെ കട തുറക്കാനായി ജീവനക്കാർ എത്തിയപ്പോഴാണ് ചില്ലുവാതിൽ തകർന്നു കിടക്കുന്നത് കണ്ടത്. ആദ്യം കടയിൽ കള്ളൻ കയറിയതാണെന്ന നിഗമനത്തിലായിരുന്നു ഉടമസ്ഥരും ജീവനക്കാരും. എന്നാൽ തുടർന്നു നടത്തിയ പരിശോധനയിലാണ് യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവന്നത്. കടയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വഴിയിലൂടെ പോവുകയായിരുന്ന തെരുവുനായയെ ഒരാൾ കല്ലെറിയുന്നതും ലക്ഷ്യം തെറ്റിയ കല്ല് വന്ന് പതിച്ച് കടയുടെ ചില്ല് തകരുന്നതുമായ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. കല്ലെറിഞ്ഞ വ്യക്തിയെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. ചാലിശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ എൻ്റെ ഓണപ്പൂക്കളം എൻ്റെ പൂക്കളായി പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ചെണ്ടുമല്ലിത്തൈ വിതരണം നടത്തി. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമിതി അംഗവും മാധ്യമപ്രവർത്തകനുമായ AC ഗീവർ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു അധ്യക്ഷത വഹിച്ചു. KMPU പാലക്കാട് ജില്ലാ സെക്രട്ടറി KG സണ്ണി, വായനശാല പ്രസിഡന്റ് ബാബു P. ജോർജ്, സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ്, ട്രഷറർ
PS വിനു, ലൈബ്രറിയൻ ചെറി, പ്രോഗ്രാം കോർഡിനേറ്റർ CK സന്ദീപ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ചാലിശ്ശേരി മയിലാടിക്കുന്ന് സിവിൽ സ്റ്റേഷൻ വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മികവ് 2026 അനുമോദന ചടങ്ങ് നടത്തി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംബേദ്കർ ഹാളിൽ VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടിയായ ഏകപാത്ര നാടകം മരണമൊഴി അവതരിപ്പിച്ച ഗോപിനാഥ് പാലഞ്ചേരിയെ MLA പൊന്നാട അണിയിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ PC ഗംഗാധരൻ, മുഹമ്മദ് അലി ആനപ്പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, UDF ചാലിശ്ശേരി മണ്ഡലം കൺവീനർ റസാഖ് പുളിയഞ്ഞാലിൽ, മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റോബർട്ട് തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. ലോകമെമ്പാടും ഫുട്ബോൾ ആവേശം നിറഞ്ഞു നിൽക്കുമ്പോൾ ഫുട്ബോൾ ആരാധകരുടെ ശ്രദ്ധ നേടുകയാണ് മൂക്കുതല സ്വദേശി വൈശാഖ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് ഫിഫ ലോകകപ്പിന്റെ ആകർഷകമായ മാതൃക നിർമ്മിച്ചാണ് വൈശാഖ് ശ്രദ്ധേയനാകുന്നത്. കലാരംഗത്ത് നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന വൈശാഖ് തൻ്റെ നാട്ടിലെ ഫുട്ബോൾ പ്രേമികളുടെ കൂട്ടായ്മയായ യോമാൻസ് ക്ലബിന് വേണ്ടിയാണ് ലോകകപ്പിന്റെ മാതൃക നിർമ്മിച്ചത്. ഏകദേശം 6 കിലോഗ്രാം ഭാരമുള്ള മാതൃക ഒരാഴ്ച കൊണ്ടാണ് പൂർത്തിയാക്കിയത്. യഥാർത്ഥ ലോകകപ്പിന്റെ രൂപഭംഗി അതേപടി പകർത്തുന്ന തരത്തിലാണ് നിർമ്മാണം. ഫുട്ബോളിനോടുള്ള സ്നേഹവും കലാപരമായ മികവും ഒത്തുചേർന്ന ഈ സൃഷ്ടിക്ക് നാട്ടുകാരിൽ നിന്നും മികച്ച അഭിനന്ദനമാണ് ലഭിക്കുന്നത്. താൻ നിർമ്മിച്ച ലോകകപ്പ് മാതൃക സ്വന്തം നാട്ടിലെ ഫുട്ബോൾ പ്രേമികൾക്കായി സമർപ്പിക്കുന്നതാണെന്നും ഇത് യോമാൻസ് ക്ലബിൽ സ്ഥിരമായി സൂക്ഷിക്കുമെന്നും വൈശാഖ് പറഞ്ഞു. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരു ദിവസം പറയാൻ പറ്റില്ലെങ്കിലും കൂടി ഒരാഴ്ചയോളം ഇതിന് പ്രയത്നിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇരുന്ന് ഉണ്ടാക്കിയല്ല, നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് ഇരുന്നിട്ട് രാത്രിയും പകലൊക്കെ ആയിട്ട് ഇരുന്നിട്ടാണ് ഈ സാധനം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ വേൾഡ് കപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 600-800 രൂപയോളം നമുക്ക് കോസ്റ്റ് ആയിട്ടുണ്ട്. വേൾഡ് കപ്പ് കഴിഞ്ഞാലും നമ്മളെ യോമൻസ് ക്ലബ്ബ് ഡാവനൂരിൽ പിള്ളേരൊക്കെ കളിച്ച് ഫുട്ബോളിലും ക്രിക്കറ്റിലൊക്കെ ആയിട്ട് നേടിയെടുത്ത ട്രോഫികളുടെ ഇടയിൽ ഒരു മുതൽക്കൂട്ടായിട്ട് വെക്കാനാണ് തീരുമാനം. ഇത്തവണത്തെ +1 ക്ലാസുകൾക്ക് തുടക്കമായി പ്രവേശനോത്സവത്തോടെയാണ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി പെരുമുടിയൂർ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് +1 ക്ലാസുകൾക്ക് തുടക്കമായി പ്രവേശനോത്സവത്തോടെയാണ് +1 ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി മേഖലയിലും +1 പ്രവേശനോത്സവം വിപുല പരിപാടികളോടെയാണ് നടത്തിയത്. പട്ടാമ്പി ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന +1 പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഈ വിദ്യാലയത്തിന്റെ ചുരുക്കം എന്നെ പഠിപ്പിച്ചിരുന്നത്, ആദ്യം പഠിപ്പിച്ച 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ഇവിടുത്തെ ടീച്ചറായിരുന്നു. ആ ടീച്ചറൊന്നും ഇപ്പൊ നമ്മളോട് കൂടെ ഇല്ല. പിന്നെ 10ാം ക്ലാസ് പഠിപ്പിച്ചിരുന്നത് ക്ലാസ് ടീച്ചർ നമ്മുടെ ഇവിടുത്തെ അല്ല സാവിത്രി ടീച്ചറായിരുന്നു. ഞാൻ 86-87 ഞാനും സുകുമാരനൊക്കെ ഒരുമിച്ചാണ് ഇവിടെ ഈ സ്കൂളിൽ നിന്ന് ഇവിടെ ആദ്യം പോയത്. അന്ന് ടീച്ചർ സാവിത്രി ടീച്ചർ ഒരു കാര്യം പറഞ്ഞ് ഇന്ന് ഞാൻ ഓർക്കാണ്. എന്നെ വിളിച്ചിട്ട് പറയാം, ഞാൻ ഈ സ്പോർട്സിൽ കുറച്ച് ഉള്ള ആളായിരുന്നു. അതിൽ ടീച്ചർ പറയണ്ടായിട്ടുണ്ട്, അബ്ബാസേ സ്പോർട്സിൽ മാത്രം പോരാ, പഠനത്തിലും കൂടി ഈ മിടുക്ക് കാണിക്കണം കേട്ടോ എന്നുള്ളത് ടീച്ചർ ഇങ്ങനെ പറയും. നമ്മൾ ഈ സ്പോർട്സിലും ചാട്ടത്തിലും ഓട്ടത്തിലും മാത്രം പോരാന്നുള്ളതാണ് ടീച്ചർ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ടീച്ചർ എന്നും നമ്മൾ ഓർക്ക ക്ലാസ്സിൽ ഏതൊരു കുട്ടിയോടും ടീച്ചർ ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് വളരെ താഴ്മയോട് കൂടിയിട്ടാണ് സാവിത്രി ടീച്ചർ ഈ 65 കുട്ടികളുണ്ടാവുന്ന ക്ലാസ്സിലെ 65 കുട്ടികളോടും ടീച്ചർ വളരെ താഴ്മയോട് കൂടിയിട്ടാണ് ടീച്ചറുടെ പെരുമാറ്റം ഉണ്ടാകുന്നത്. PTA പ്രസിഡന്റ് മൊയ്തീൻകുട്ടി അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ V നാരായണൻകുട്ടി, M ശബരിനാഥ്, ഗ്രാമപഞ്ചായത്ത് അംഗം ധന്യ, സുകുമാരൻ, പ്രസാദ്, KP അംസ, K മസൂദനൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കാർഷിക സർവകലാശാലയുടെ 47ാമത് സെൻട്രൽ സോൺ ഉപദേശക സമിതി യോഗം പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായാണ് യോഗം. കാർഷിക മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. കാർഷിക സർവകലാശാലയുടെ പാലക്കാട്, മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകൾ ഉൾപ്പെടുന്ന സെൻട്രൽ സോണിന്റെ ഉപദേശക സമിതി യോഗമാണ് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. 2 ദിവസങ്ങളായി നടക്കുന്ന യോഗത്തിൽ കാർഷിക മേഖലയിലെ പുത്തൻ പരീക്ഷണങ്ങൾ, മേഖല നേരിടുന്ന പ്രതിസന്ധികൾ എന്നിവ ചർച്ച ചെയ്യും.
പാലക്കാട് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ എസ് അർമുഖപ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രയോറിറ്റിയായിട്ട് നിൽക്കണം. ഇപ്പോൾ എന്താ പറയുക, അപ്പാർട്ട് ഫ്രം ഈ കാര്യങ്ങൾ പിന്നെ ലതമരം പറയുന്നതായിരുന്നു യൂണിവേഴ്സിറ്റിയും ഡിപ്പാർട്ട്മെന്റും ഉള്ള ബന്ധവും നമ്മുടെ കോർഡിനേഷനും പലപ്പോഴും യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ രക്ഷകനായിട്ട് എല്ലാ സമയത്തും വരുന്നത്. ഫീൽഡ് ലെവൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുത്ത് വായിക്ക് പറയും, ചോദിച്ചാലുണ്ടെങ്കിൽ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ച് പറയാമെന്ന് പറയും. അതോടുകൂടി ആ പ്രശ്നം തൽക്കാലം നമുക്ക് നിന്ന് വരും. അത്രയ്ക്കാണ് ജനത്തിന് നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ പേരിലും നമ്മുടെ എന്താ പറയുക സയൻറ്റിസ്റ്റുകളുടെ പേരിലും ഉള്ള കോൺഫിഡൻസും മര്യാദയും അത് നമുക്ക് അറിയുന്നതാണ്. ഏതൊരു ഫീൽഡ് പ്രശ്നത്തിലാണെങ്കിലും ശരി. പിന്നെ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി ഇറക്കുന്ന ആ ബുക്കുണ്ടല്ലോ, പാക്കേജ് റെക്കമെൻഡേഷൻ, അതില്ലെങ്കിൽ നമ്മുടെ കാര്യം ബുദ്ധിമുട്ടാണ്. കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും ഇതിനെ മറികടന്നുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കാർഷിക സർവകലാശാല ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ എ ലത അധ്യക്ഷയായിരുന്നു. കാർഷിക സർവകലാശാല ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ ബിനുബി ബോണി മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ തുളസി, സഞ്ജു, സൂസൻ, മാത്യു, ഡോക്ടർ ഇസ്മയിൽ തോമസ്, നിമ്മി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ചർച്ചയും നടന്നു. ചൊവ്വാഴ്ച യോഗം സമാപിക്കും. ഫുട്ബോൾ ആണ് ലഹരി എന്ന പ്രഖ്യാപനവുമായി BJP തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ മത്സരം നടത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി EP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV മനോജ് അധ്യക്ഷത വഹിച്ചു. യൂണിവേഴ്സിറ്റി മുൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ UN സന്ദീപ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. യോഗത്തിൽ കൃഷ്ണദാസ് കടവാരത്ത് സ്വാഗതം പറഞ്ഞു. യുവമോർച്ച ജില്ലാ കമ്മിറ്റി അംഗം PJ ലാൽകൃഷ്ണ, യുവമോർച്ച ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ സനൽ പ്രഭാസൻ, NP മണിക്കുട്ടൻ, ശ്രീനി തെക്കേതിൽ, രബീഷ് മാട്ടായ, ബോബി മേഴത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.